ഞങ്ങളിവിടെ മുന്തിരിച്ചാറുകളിൽ ഞങ്ങൾ ഭ്രമിക്കുന്നില്ല. ഇനി ഞങ്ങളുടെ എല്ലുകൾക്ക് മദ്യത്തിന്റെ വീഞ്ഞിന്റെ അംശങ്ങൾ ആവശ്യമില്ല. ഞങ്ങളിതാ ഉപേക്ഷിച്ചിരിക്കുന്ന പ്രവാചക എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ചരിത്രം മാനവ ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നായകന്മാർക്ക് പറയാനാവില്ല, രാഷ്ട്രീയ മീമാംസകന്മാർക്ക് പറയാനാവില്ല, വേദചരിത്ര കാലഘട്ടങ്ങളിൽ ഇതില്ല. ഒടുവിലത്തെ ഗ്രന്ഥമായ ദൈവീക ഗ്രന്ഥം മനുഷ്യന്റെ മനസ്സിനോട് സംവദിക്കുകയായിരുന്നു. അള്ളാഹു ധർമ്മമെന്ന് പറഞ്ഞതിനെ അധർമ്മമെന്ന് തെളിയിക്കാൻ ലോകത്തിതുവരെ സാധിച്ചിട്ടില്ല. വ്യഭിചാരം പാപമാണെന്നും അതിനെ കൊള്ള അടുക്കല്ലേ, അത് കുടുംബ ശൈഥില്യത്തിന് കാരണമാണെന്ന്, അത് നിന്റെ ശാന്തിക്ക് തടസ്സമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് അല്ല എന്ന് തെളിയിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ലോട്ടറിയെ കുറിച്ചുള്ള വിവാദങ്ങൾ, മദ്യത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ 1930കളിൽ അമേരിക്കയിൽ മദ്യനിരോധനമുണ്ടായി. ട്രില്യൺ കണക്കിന് അല്ല കൂട്ടരെ കോടിക്കണക്കിന് പണം ഉപയോഗിച്ച് മദ്യത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി. കോടിക്കണക്കിന് അക്ഷരക്കൂട്ടുകൾ ഉണ്ടായി. ഇല്ല, 5 ലക്ഷത്തിലധികം ആളുകളെ പട്ടാളത്തിന് കൊല്ലേണ്ടി വന്നു. അമേരിക്കയിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കഥയല്ല, ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള കഥ. ബോധവൽക്കരണമുണ്ടായി. അമേരിക്കൻ ജനത മദ്യാസക്തിയിൽ മുന്നോട്ട് പോയി. 1939 അമേരിക്ക മദ്യനിരോധനം എടുത്തു മാറ്റി. മനസ്സിന്റെ അകത്തളങ്ങളിൽ മദ്യത്തിന്റെ ദുരന്തം എന്താണെന്നറിയാത്ത ഞാൻ എന്തിന് മദ്യപിക്കാതിരിക്കണം, ഞാൻ എന്തിന് പരസ്യമായി ചുംബിക്കാതിരിക്കണം. ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണുമാണും അങ്ങാടിയുടെ ഓരത്ത് റോഡ് സൈഡിൽ വെച്ച് അല്പമൊന്ന് കൊഞ്ചിയപ്പോ കുതിരപ്പുറത്തിരുന്ന് ചാട്ടവയറോങ്ങിയ ഖലീഫ ഉമറിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്രേ അമീറുൽ മുഅ്മിനീൻ, ഇതെന്റെ ഭാര്യയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പ്രധാനമർ, അത് നിനക്ക് മാത്രം അറിയാവുന്ന കാര്യം. ഇവൾ നിന്റെ ഭാര്യയാണെന്നത്, നീ അവളുടെ ഭർത്താവാണെന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന കാര്യമാണ്. നടുറോട്ടിൽ പബ്ലിക്കിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നത് യുവാക്കൾക്കെങ്ങാനും ഒരു പ്രേരണയായാൽ എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ വാചകം മറൈൻ ഡ്രൈവിലെ, കോഴിക്കോടിലെ, കേരളത്തിലെ പാശ്ചാത്യന്റെ തോന്നിയാസങ്ങളും നെഞ്ചിലേറ്റുന്നവരോട് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ഭർത്താവ് കൊല്ലപ്പെട്ട് വിധവയായി മക്കളെ പോറ്റാൻ പെടാപ്പാട് പെടുന്നതിന് മുമ്പിൽ ആരുടെയോ മുമ്പിൽ മടിക്കട്ടയിച്ചു കൊടുത്ത ദേശീയ തെരുവിൽ ജീവിക്കുന്നത് കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന്റെ മനോഭാവമല്ല. അന്തപ്പുരങ്ങളിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ടൈറ്റ് ജീൻസും ധരിച്ച് ഞാൻ എന്തും ചെയ്തു കളയുമെന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട ഒരു സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പടപൊരുതാൻ ധാർമ്മികമായി വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആന്റെ 25-ാം അധ്യായം 52-ാമത്തെ വചനമാണ്. ഖുർആൻ കൊണ്ടുള്ള വമ്പിച്ച ജിഹാദ്. പെണ്ണുങ്ങൾ കൊടിനാട്ടിയിരുന്നു. അറേബ്യയിൽ വ്യഭിചാരത്തിന്റെ തോതനുസരിച്ച്, പഴക്കമനുസരിച്ച്, തുടക്കമനുസരിച്ച് കൊടി ചാർത്തിയിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. മുഅല്ലഖ എന്ന് പറയുന്ന ഉംറുൽ ഖൈസിന്റെ കവിതയിൽ പെണ്ണിന്റെ വർണ്ണനകൾ ഉണ്ടായിരുന്നു, കുതിരയുടെ വർണ്ണന ഉണ്ടായിരുന്നു, സൗന്ദര്യത്തിന്റെ വർണ്ണനകൾ ഉണ്ടായിരുന്നു. അവരെ മാറ്റിയെടുത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. മടങ്ങിപ്പോണം നിങ്ങൾ. മടങ്ങിപ്പോകാൻ ഒരു ദിവസമുണ്ട്, ഒരു സ്ഥലമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അവിടേക്ക് നിങ്ങൾ മടങ്ങിപ്പോകേണ്ടി വരും. അവിടെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ആലിമുൽ ഗൈബി വശഹാദ, അതെ, ആലിമുൽ ഗൈബി വശഹാദ. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് പഠിപ്പിക്കുക വഴി ഒരു നവോത്ഥാനത്തിന്റെ ലോകത്തിലെ മാതൃക. അതാണ് പ്രവാചക ചക്രവർത്തി ലോകത്ത് നിർവഹിച്ച ദൗത്യം. അതിന്റെ സുന്ദരമായ ഒരു ഭൂമികയിലേക്കുള്ള, ഒരു ലോകത്തേക്കുള്ള ചൂണ്ടുപലകയാണ് ലൈറ്റനിങ് പ്രോഗ്രാം അടക്കമുള്ള വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ മഹാസംരംഭം. മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ മഹാസംരംഭം. സഹോദരങ്ങളെ, ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ഗൗരവമായി? ഇസ്ലാം ഒരു കാര്യം നന്മ എന്ന് പറഞ്ഞു, അതാണ് ലോകത്ത് മനുഷ്യർക്ക് നന്മ. ഇസ്ലാം ഒരു കാര്യം തിന്മ എന്ന് പറഞ്ഞാൽ അത് എന്നും തിന്മയാണ്. എന്തുകൊണ്ട്? മനുഷ്യനെ സൃഷ്ടിച്ച സർവശക്തനായ പടച്ചതമ്പുരാൻ, ആണിനെയും പെണ്ണിനെയും അറിയുന്ന പടച്ചതമ്പുരാൻ എങ്ങനെ ജീവിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു. ഒരു പ്രവാചകനെ അയച്ചു. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയൂ പ്രവാചക, ഞാൻ ലോകർക്ക് മുഴുവനുമുള്ള പ്രവാചകനാണ്. അതേ, വആഖരീന മിൻഹുൽ ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. പ്രതാപവാനായ
യുക്തിജ്ഞനായ സൂക്ഷ്മജ്ഞാനിയായ പടച്ചവനിൽ നിന്നൊരു പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം 3-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 158-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 34-ാം അധ്യായം 28-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം 107-ാമത്തെ വചനം. ആ വചനത്തിൽ പറയുന്നത് എന്താണ്? ലോകത്തെ ഇല്ല കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ വലകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ വലകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അതറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു